ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ WD-40 എന്ന് പറഞ്ഞ ഈ മൾട്ടി പർപ്പസ് സ്പ്രേ ആണ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ച ഒരു സ്പ്രേ ആണ്. ഇതിന് WD-40 എന്ന് വരാൻ കാര്യം 40 ടൈംസ് അവർ പല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം പല പ്രാവശ്യം ചെക്ക് ചെയ്ത് പല രീതിയിൽ ഉണ്ടാക്കിയതിന് ശേഷം സക്സസ് ആയത് ഈ 14th ടൈമിലാണ്. അതുകൊണ്ടാണ് അവർ WD-40 എന്ന് ഇട്ടിരിക്കുന്നത്. അമേരിക്കക്കാർ കണ്ടുപിടിച്ചതാണ്. അപ്പം വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ചിട്ട് അത് ഇപ്പോഴും ഒരു വ്യത്യാസവുമില്ലാതെ അതിൻ്റെ സീക്രട്ടാണ്, അതിനകത്തെ കണ്ടൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത് സീക്രട്ടാണ്. നമുക്ക് എക്സാക്റ്റുള്ള ഒരു കണ്ടൻസ് നമുക്കറിയില്ല. സീക്രട്ടായിട്ട് കണ്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ അവരിന്നും ഇതുപോലെ സക്സസ് ആയി ഇത് ഉൽപ്പാദിച്ചതിന് ശേഷം ആ കമ്പനികൾ ഒരുപാട് അവർക്ക് കൂടുതൽ കമ്പനികൾ ഉണ്ടാക്കാനും കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കാനും ഒക്കെ സാധിച്ച ഒരു വിജയം കണ്ടെത്തിയ ഒരു സംഭവമാണിത്. അപ്പോൾ ഒരു സീക്രട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് ഇപ്പോഴും അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. നമ്മുടെ വീടുകളിൽ ജനൽ, വാതിൽ, ഡോറ്, കുറ്റി, എന്ത് വേണ്ട, എവിടെ ഇപ്പോൾ ലാപ്ടോപ്പ്, ഏത് ഭാഗങ്ങൾ നമുക്കൊന്ന് വൃത്തിയാക്കണം, എന്തായാലും സ്റ്റക്കായി പോയി അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ച്, മെയിനായിട്ട് ഇത് റസ്റ്റ് റിമൂവറാട്ടോ. തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ക്ലീനാക്കി എടുക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഒരു സ്പ്രേ ആണ്. അതുപോലെ എല്ലാ വീടുകളിലും തീർച്ചയായും വേണ്ട ഒരു സ്പ്രേ ആണ്. ഇപ്പം നമ്മുടെ ഡോറുകളുടെ കുറ്റിയുടെ ഇടയ്ക്ക് ഭാഗത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഡോറ് കരയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ. നമ്മൾ ചിലപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം ഈ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കുക, എത്ര ഭംഗിയായിട്ട്. അതുപോലെ അതിനകത്ത് തുരുമ്പുകളൊക്കെ മാറി ക്ലീനാകുന്ന നമുക്ക് കാണാൻ പറ്റും. ലോക്ക് തുറക്കാൻ പറ്റാതെ വരുവാണെങ്കിൽ അതൊന്ന് നമ്മളിത് അടിച്ചു കൊടുത്ത് നോക്കിക്കുകയും. അതുപോലെ ഒരുപാട് ഉപയോഗമുള്ള ഒരു മൾട്ടി പർപ്പസ് സ്പ്രേ ആണിത്. അപ്പോൾ ഞാനിതിപ്പോൾ ഞങ്ങളുടെ ഒരു ബാർബിക്യൂ ഇതായിരുന്നു. അപ്പോൾ അത് ഉപയോഗിക്കാണ്ടിരുന്ന് റസ്റ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യുകയാണ്. ഇത് ഒഴിച്ച് ക്ലീൻ ചെയ്ത് നല്ല ക്ലീനാക്കി അത്യാവശ്യം പിന്നെ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും മേടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇത് തീർച്ചയായും മേടിച്ച്, നാട്ടിലും എല്ലാ രാജ്യത്തും കിട്ടുന്ന ഒരു സ്പ്രേ ആണിത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ വീടുകളിൽ വെക്കേണ്ട ഒന്നാണ്. ഒരുപാട് വില എന്ന് പറയാൻ ഇല്ല. നാട്ടിലൊരു 100 രൂപയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു 10 പൗണ്ടോളം ആകും ഏകദേശം. പല വിലയുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കി മേടിക്കുക, പേര് നോക്കുക, കറക്റ്റായിട്ട് WD-40 എന്നുള്ളത് തന്നെ മേടിക്കാൻ നോക്കുക. അപ്പം ഞാൻ ഇതിനകത്തായിട്ട് അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയായിരുന്നു എന്നുള്ള ചെറിയൊരു ഭാഗം ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം റീഡ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ എത്രയോ മാത്രം യൂസ്ഫുള്ളാണ് ഇത് എന്നും. അതുപോലെ എത്ര വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പോഴും ഒരു കുറവ് പോലും ആളുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സാധനം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ മേടിച്ച് വെക്കുക. ആവശ്യമുണ്ട്, അത് ഉപയോഗം വരുന്ന ഒന്നാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും യൂസ് ചെയ്യാൻ. എന്തെങ്കിലും ഒരു സാധനം ടൈറ്റായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഈ ഒരു സ്പ്രേ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നോസിൽ, അതായത് നീണ്ട ഒരു നോസിൽ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ഭാഗങ്ങളിൽ പോലും നമുക്ക് സ്പ്രേ അടിച്ച് അത് ക്ലീനാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ ഒരു ആണി എന്തെങ്കിലും തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിൻഡോയുടെ ജനൽ, ബാത്റൂമിൻ്റെ ജനലുകൾ, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തുരുമ്പിൻ്റെ അംശം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് അടിച്ചു കൊടുത്ത് നോക്കിക്കുക, നിങ്ങൾ വളരെ ക്ലീനായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇത് യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.